പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവകാരുണ്യേശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, അടുത്ത ഞായറാഴ്ച സഭയിൽ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണല്ലോ. പരിശുദ്ധ ത്രിത്വം ഒരു രഹസ്യമാണ്, എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗവുമാണ്. നമ്മൾ ഒരു പള്ളി കാണുമ്പോൾ, ഒരു കുരിശ് കാണുമ്പോൾ ആദ്യം നമ്മൾ വിശുദ്ധ കുരിശ് വരയ്ക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് വെച്ചുകൊണ്ടാണ്. അവിടെ തന്നെ നമ്മൾ തിരുത്തേക ദൈവത്തെ ആദരിക്കുന്നുണ്ട്, ഓർമ്മിക്കുന്നുണ്ട്, അനുസ്മരിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. അതുവഴിയുള്ള ശക്തി സ്വന്തമാകുന്നുണ്ട്. മനുഷ്യ ചിന്തകൾക്ക് അതീതമാണ് പരിശുദ്ധ ത്രിത്വം. ആർക്കും അതിനെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാനാവില്ല. ദൈവമായ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്ന പോലെ മാത്രമേ നമുക്കത് സ്വീകരിക്കാനാവുകയുള്ളൂ. ചിലപ്പോഴെങ്കിലും നമ്മൾ ഈ രഹസ്യം, മഹാരഹസ്യം, ത്രിത്വം എന്ന രഹസ്യം അതിൻ്റെ ചൈതന്യത്തിൽ സ്വീകരിക്കാറില്ല. പലപ്പോഴും പിള്ളേരും വീടുകളിലും ഒക്കെ നമ്മൾ കുരിശ് വരയ്ക്കുക, ചുമ്മാ അങ്ങോട്ടൊരു അർത്ഥവും മനസ്സിലാക്കാതെ ചുമ്മാ വെച്ച് പോവുകയാണ്. എന്നാൽ അത് മാറി വിശ്വാസത്തോടെ പിതാവ് ആരെന്നും പുത്രൻ ആരെന്നും പരിശുദ്ധാത്മാവെന്നും ബോധ്യത്തോടെ നമ്മൾ ആ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്നുള്ള ആ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തെ മുഴുവൻ മാറ്റിമറിക്കുന്നതായിട്ട് വിശ്വസിച്ച് പ്രാർത്ഥിച്ച് മുന്നേറണം. പിതാവെന്ന് പറഞ്ഞാൽ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹമാണ്. ആ സ്നേഹമാണ് നമ്മളെ ഈ ഭൂമിയിലേക്ക് ജനിപ്പിച്ചത്. നമ്മുടെ മാതാപിതാക്കന്മാരിലൂടെ നമുക്ക് മനുഷ്യജന്മം നൽകിയത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. അതുകൊണ്ടാണ് പിതാവായ ദൈവം സൃഷ്ടികർമ്മം നടത്തുന്നു നമ്മൾ പറയുക. ഇന്നും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പിതാവേ എന്ന് പറയുമ്പോൾ ഈ ഒരു ഓർമ്മ, സ്നേഹം നമുക്കുണ്ടാകണം. പുത്രനാണ് രക്ഷിച്ചത് എന്ന് പറഞ്ഞാൽ പുത്രൻ്റെ കൃപ, ആ കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. അതുകൊണ്ടാണ് ആ പുത്രനെ നമ്മൾ സ്നേഹത്തോടെ ഓർമ്മിക്കുക. ഈ പരിശുദ്ധാത്മാവിൻ്റെ ആവാസം അല്ലെങ്കിൽ സഹവാസം അത് മാമോദീസയിൽ നമുക്ക് കരഗതമാകുന്നതാണ്. ഇത് നമുക്ക് സ്വന്തമാകുമ്പോൾ നാം പറയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറയുന്ന ആ ഒറ്റ പ്രാർത്ഥനയിൽ ദൈവിക ശക്തി നമ്മളിൽ നിറയും. അഴുക്ക് മാറും, മാലിന്യങ്ങൾ മാറും, ഭയം മാറും, തിന്മകൾ വിട്ടുമാറും, ഒരു ഉണർവ്, ഒരു ശക്തി ഉണ്ടാകും. ഇത് വിശ്വസിച്ച് നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരിശുദ്ധ കുർബാനയിൽ ഈ ആശീർവാദം എപ്പോഴും ഉണ്ടല്ലോ. പ്രത്യേകിച്ച് സീറോ മലബാർ സഭയിൽ 2 കൊരിന്തോസ് 13-ാം അധ്യായം 13-ാം തിരുവചനം, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങൾ ഏവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മുടെ കുർബാനയിൽ ഈ പ്രാർത്ഥന വിശ്വസിച്ച് ഏറ്റെടുക്കുമ്പോൾ നമുക്ക് അനുഗ്രഹമാണ്. ഒരു പ്രാർത്ഥനയും വെറുതെ വിടരുത്, അല്ലെങ്കിൽ ചുമ്മാ ചെല്ലി തീർക്കരുത്, അനുഗ്രഹമാക്കണം. അത് നമുക്കിടയാകുമ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ സ്വന്തമാവുക. ഈ പരിശുദ്ധ തിരുനാളിൻ്റെ, കടന്നു വരുന്ന തിരുനാളിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് നമുക്ക് നൽകട്ടെ. ദൈവികാനത്തിൻ്റെ ആശീർവാദത്തിലൂടെ നമുക്കത് സ്വന്തമാക്കാം. ഈശോ ഞങ്ങളെ കൈനീട്ടി ആശീർവദിക്കണമേ. നമ്മുടെ കർത്താവ് ശംസിയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മത്തിനു നീ മോചനമേകി. ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.